അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂസാ നബിയുമൊത്തുള്ള യാത്രയിൽ മഹാനായ ഖിളിർ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്ത 3 പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള രഹസ്യവും യുക്തിയും മൂസാ നബിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇനിയുള്ള 4 ആയത്തുകളിൽ. അതിൽ 2 സംഭവങ്ങളുടെ പൊരുൾ വിവരിക്കുന്ന 79 മുതൽ 81 വരെയുള്ള 3 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. 3-ാമത്തെ സംഭവം വിവരിക്കുന്ന ആയത്ത് നാളെ പഠിക്കാം ഇൻഷാ അള്ളാഹ്. കപ്പലിന് ദ്വാരം ഉണ്ടാക്കിയ സംഭവമായിരുന്നു ആദ്യത്തേത്. താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ കാര്യങ്ങൾ വിശദീകരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കപ്പലിന് ദ്വാരമുണ്ടാക്കിയതിൻ്റെ കാരണമാണ് ഖിളിർ അലൈഹിസ്സലാം ആദ്യമായി വിവരിക്കുന്നത്. അമ്മ സഫീനത്തു, എന്നാൽ ആ കപ്പലിൻ്റെ കാര്യം, ഞാൻ ദ്വാരമുണ്ടാക്കിയ, നമ്മൾ സഞ്ചരിച്ച ആ കപ്പലുണ്ടല്ലോ, ഫക്കാനത്തിലി മസാക്കീന, അത് ഏതാനും പാവങ്ങളുടേതായിരുന്നു. യഅ്മലൂന ഫിൽ ബഹരി, കടലിൽ ജോലി ചെയ്യുന്ന, കടലിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കുന്ന പാവങ്ങളായ ആളുകളാണോ, അതല്ല കടലിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ജോലി ചെയ്യുന്ന ആളുകളാണോ, കടലിൽ മറ്റേതെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളാണോ എന്നൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. ഏതായാലും കടലിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന കുറച്ച് പാവപ്പെട്ട ആളുകളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ആ കപ്പൽ. ഫഅറത്തു അൻ അയ്ബഹ, അപ്പോൾ ഞാനത് കേടുവരുത്താൻ ഉദ്ദേശിച്ചു. കപ്പലിന് കേടുണ്ടാക്കാൻ, ഐബ് ഉണ്ടാക്കാൻ, ന്യൂനത ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനതിന് ദ്വാരമുണ്ടാക്കിയത് എന്ന് ഖിളിർ അലൈഹിസ്സലാം പറഞ്ഞു. കാരണം വക്കാന വറഅഹും മലിക്കുൻ, കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പിന്നിൽ ഒരു രാജാവുണ്ടായിരുന്നു. യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, അയാൾ എല്ലാ കപ്പലുകളും ബലാത്കാരം പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. വറാഅഹും എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നിൽ എന്നും അവർക്കപ്പുറം എന്നും ആവാം. ഏതായാലും അവർ സഞ്ചരിക്കുന്ന ആ ചുറ്റുപാടിൽ ഒരു രാജാവുണ്ടായിരുന്നു. അയാൾക്ക് ഒരു പടപ്പുറപ്പാടിനോ യുദ്ധത്തിനോ വേണ്ടി പരമാവധി കപ്പലുകൾ വേണമായിരുന്നു. അതിനായി ആ രാജാവ് നല്ല കപ്പലുകൾ ശേഖരിക്കുകയായിരുന്നു. ബലാത്കാരം, ശക്തിയും അധികാരവും ഉപയോഗിച്ച് അയാൾ കപ്പലുകൾ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കൊല്ല സഫീനത്തിൻ എന്നാൽ എല്ലാ കപ്പലുകളും എന്നാണ് അർത്ഥം. എന്നാൽ നല്ല കപ്പലുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം രാജാവ് ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കേടുവന്ന കപ്പലുകൾ പറ്റില്ല. അതുകൊണ്ട് തന്നെ കേടുവന്ന കപ്പലുകൾ രാജാവ് പിടിച്ചെടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കപ്പലിന് കേടുപാടുണ്ടാക്കിയത്. അങ്ങനെ ആ പാവപ്പെട്ടവരുടെ കപ്പലിനെ രാജാവ് പിടികൂടാതെ രക്ഷപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത് എന്നാണ് മഹാനായ ഖിളിർ അലൈഹിസ്സലാം വിവരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാവങ്ങളായ മനുഷ്യർക്ക് അവർ പാവങ്ങളായിരിക്കെ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ടല്ലോ. എന്നാൽ അതിനുള്ളിൽ അവർക്ക് തന്നെ ഗുണകരമായ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും എന്നതിന് ഒരു ഉദാഹരണമാണ് ഇത്. തുടർന്ന് 2-ാമത്തെ സംഭവത്തിൻ്റെ വ്യാഖ്യാനം കുട്ടിയെ വധിച്ചു കളഞ്ഞ സംഭവത്തിൻ്റെ രഹസ്യം വ്യക്തമാക്കുകയാണ്. വ അമ്മൽ ഗുലാമു, എന്നാൽ ആ ബാലൻ്റെ കാര്യം, ഞാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വധിച്ചു കളഞ്ഞ ആ ബാലൻ്റെ കാര്യം, ഫക്കാന അബവാഹു മുഅ്മിനൈനി, അവൻ്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. അബവാഹു എന്നാൽ അവൻ്റെ മാതാപിതാക്കൾ, മാതാവും പിതാവും എന്നാണ്. അവൻ്റെ മാതാപിതാക്കൾ നല്ലവരായ സത്യവിശ്വാസികളാണ്. ഈ കുട്ടിയാവട്ടെ വളർന്നു കഴിയുമ്പോൾ വലിയ അക്രമിയും ധിക്കാരിയുമായി മാറുമായിരുന്നു. ഫഖശീന അൻ യുർഹിഖഹുമ, അവൻ അവരെ ഞെരുക്കിക്കളയുമെന്ന് നാം ഭയപ്പെട്ടു. ആ ബാലൻ അവൻ്റെ നല്ലവരായ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുമെന്ന് ഞാൻ ഭയപ്പെട്ടു. തുഗ്യാനൻ വ കുഫ്രൻ, ധിക്കാരം കൊണ്ടും സത്യനിഷേധം കൊണ്ടും. അവൻ കൊടിയ ധിക്കാരിയും നിഷേധിയുമാവും എന്നതുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ കൊണ്ട് പ്രയാസപ്പെടും എന്നുള്ളതുകൊണ്ട് അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മാതാപിതാക്കളെ രക്ഷിക്കാനാണ്, അങ്ങനെ അള്ളാഹു ആ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യാനാണ് അള്ളാഹു നൽകിയ നിർദ്ദേശത്തിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ അവനെ വധിച്ചു കളഞ്ഞത് എന്നാണ് ഖിളിർ അലൈഹിസ്സലാം പറയുന്നത്. ഫഅറദ്ന അൻ യുബ്ദിലഹുമാ, അവന് പകരമായി അവർക്ക് പകരം നൽകാൻ നാം ഉദ്ദേശിച്ചു. റബ്ബുഹുമ, അവരുടെ റബ്ബ്, ആ മാതാപിതാക്കൾക്ക് അവരുടെ റബ്ബായ അള്ളാഹു ആ ദുഷ്ടനായ പുത്രന് പകരമായി കൊണ്ട് നൽകുവാൻ നാം ആഗ്രഹിച്ചു. ഖൈറം മിൻഹു സക്കാത്തൻ, സ്വഭാവശുദ്ധിയിൽ അവനേക്കാൾ നല്ലവരെ, ആ ബാലനേക്കാൾ നല്ല സ്വഭാവശുദ്ധിയുള്ള മക്കളെ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുവാൻ. വ അക്രബ റുഹ്മൻ, കുടുംബസ്നേഹം കൊണ്ട് അടുപ്പമുള്ളവരുമായ,
സ്വഭാവശുദ്ധിയും കുടുംബബന്ധം ചേർക്കുന്ന കുടുംബസ്നേഹമുള്ളവരുമായ സന്താനങ്ങളെ ആ ബാലന് പകരമായി അള്ളാഹു അവർക്ക് കൊടുക്കാനും ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയും അള്ളാഹുവിൽ നിന്നുള്ള അറിവും അനുസരിച്ച് ഞാൻ ആ ബാലനെ വധിച്ചു കളഞ്ഞത്. അവൻ വലുതാകുമ്പോൾ കൊടിയ ധിക്കാരിയായി ആ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും തെറ്റിലേക്കും കഠിന ദുഃഖത്തിലേക്കും അവരെ വലിച്ചിഴക്കുകയും ചെയ്യുമെന്ന് ഭയക്കുന്നതുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് അവരുടെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള സംരക്ഷണവും വരാനിരിക്കുന്ന ഒരു വലിയ ഫിത്ന ഒഴിവാക്കലുമാണ് ഈ സംഭവത്തിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന നന്മയും കാരുണ്യവും. ആ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ആ മകൻ നഷ്ടപ്പെട്ടത് വിഷമമുണ്ടാക്കിയിട്ടുണ്ടാവാം. എന്നാൽ അതിൻ്റെ പിന്നിൽ അവർക്ക് നന്മ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു അറിവ് നൽകിയതനുസരിച്ച് മഹാനായ ഖിളിർ അലൈഹിസ്സലാമിനും ആ അറിവ് ലഭിച്ചിരുന്നു. അടുത്ത ആയത്തിൽ മൂന്നാമത്തെ സംഭവത്തിൻ്റെ പൊരുൾ വ്യക്തമാക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.